ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 നമ്മളടുത്ത് ഗോവയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ബസ്സിൽ കയറാൻ ടൈമായി. ബസ്സിൽ കയറി കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറി. രാവിലെ നേരത്തേക്ക് എണീച്ചല്ലേ, അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ നേരെ നമ്മൾ ബസ്സിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. പൂരിയായിരുന്നു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി, ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, നേരെ ബസ്സിൽ കയറി. അവിടെ നിന്ന് നേരെ നമ്മൾ ഗോവയിലായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇനി ഗോവയിലെ വണ്ടി നിർത്തത്തുള്ളൂ. അവിടെ നിന്ന് വേണം നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട്. അതുകൊണ്ട് സ്പീഡിൽ പോവാണ്. അതിനിടയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ് എല്ലാവരും. ശരിയാവില്ല. ഫൈനലി അങ്ങനെ നമ്മൾ ഗോവയിലെത്തി ഗൈസ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും ഒരു അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണല്ലോ ഗോവ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ കുറേ ചർച്ചസ്, 2-3 ചർച്ചുണ്ട് കേട്ടോ ഇവിടെ ഓപ്പോസിറ്റായിട്ടും അടുത്തടുത്തും. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഫാദർ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. 10 വർഷത്തിൽ ഒരിക്കലാണ് വയ്ക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയറുന്നത്. അങ്ങോട്ടൊന്നും ഫോൺ അലൗഡല്ല ഗൈസ്, അതുകൊണ്ട് ഫോൺ എടുത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ എടുപ്പായിരുന്നു. കാരണം നല്ലൊരു ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു ഫോർട്ടായിരുന്നു അത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മളിതാ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ചോറും മീൻകറി ഫിഷ് ഫ്രൈയും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ലഞ്ച്. അതിനുശേഷം നമ്മൾ നേരെ റൂമിലെത്തി. ഇവിടെ ഗൗരിയുടെ റൂമിന്റെ ചാവി അകത്ത് വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്ത് ഇപ്പം അകത്ത് കയറാം. അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് അന്തേവാസായിട്ട് ഇവിടെ കിടന്നുറങ്ങുക. അത് അന്വേഷിക്കണം പോലും അവധില്ല. ഇവിടെ വന്ന് കിടന്നുറങ്ങും. പൊന്നുമോള് ഉറങ്ങിക്കോ. ഇവിടെ വന്ന് ഞങ്ങളുടെ റൂമിൽ വന്നിട്ടാണ് കിടന്ന് ഉറങ്ങണത്. ഉറങ്ങിക്കോളാൻ പറഞ്ഞു ഞങ്ങള്. പാവ ഗൗരി എന്ത് ടെൻഷനുള്ള കൊച്ചു. അവിടെ താക്ക് 2 പേര് തപ്പുന്നുണ്ട്. അവിടെ 2 പേര്. ഇപ്പൊ ഇവിടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ റൂമിലുള്ളതേ അല്ലെന്നാണ്. എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നത്. നല്ല ആശാത്തിയാണ് അവള്. അങ്ങനെ നൈറ്റ് ഒരു 6-6:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. നിറയെ ഷോപ്സ് ഉണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് നിറച്ച് വാങ്ങാം. അങ്ങനെ അത്രയും കടകളുണ്ട്. ഒരുപാട് സാധനം വാങ്ങാം. ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയില്ല, കുറച്ച് സ്വീറ്റ്സ് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. We are not Tamil, we are Malayalis. ഭയങ്കര ഇതാണ്, ഇങ്ങനെ തൊട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ ബീച്ചിലോട്ട് പോയി. അവിടെ നല്ല വൈബായിരുന്നു. നമ്മുടെ അശികയുടെയും ഗായത്രിയുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. അത് നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഹലോ ഗൈസ്, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. 2 ബ്ലോഗേഴ്സിനെ മീറ്റ് ചെയ്തു ഗൈസ്. നോക്ക് ഗൈസ്, ഇപ്പൊ സമയം എന്താ 1:18. നമ്മളിപ്പോ നടു റോഡിൽ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. രാത്രി 1:18 ഗൈസ്. ഹലോ ഗൈസ്, ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ചേട്ടനും കൂടെ പറഞ്ഞു. നമ്മൾ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരുന്നപ്പോഴാണെങ്കിൽ അർജുനാണെങ്കിൽ അശികയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടുവന്നു. കാരണം അവളുടെ ബർത്ത്ഡേ ആണല്ലോ. അങ്ങനെ ആ ഗിഫ്റ്റ് തുറന്നു നോക്കി അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അതായത് നമ്മൾ കിടന്നുറങ്ങി. നാളെ നേരത്തെ പോകാനുള്ളതാണ്. ഇന്ന് നമ്മൾ ഗോവയിൽ തന്നെയാണ്.
അപ്പോൾ രാവിലെ നമ്മൾ എണീച്ചു. അതിനുശേഷം ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഗോവ 5ാമത്തെ ദിവസം. ഇനി ഒരു ദിവസം ബാക്കി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നൂഡിൽസും ബ്രെഡും ജാമും എല്ലാം ഉണ്ടായിരുന്നു. നിറയെ ഫുഡ്. വളരെ അടിപൊളിയാണ് ഗോവ. വളരെ പിന്നെ പൊള്ളിയാണ്, വൈബാണ്. ആഷിഖിന്റെ ബർത്ത്ഡേ ആണ്, 31 വയസ്സ് തികയുന്ന ഇത് ഞാൻ ഇടുവേ. 31 വയസ്സായിരിക്കുകയാണ് ഈ അവസരത്തിൽ. 50 വയസ്സ്. അടുത്ത് ഓക്കെ, നന്ദി, നമസ്കാരം. How is Goa? എക്സ്പെക്ട് ചെയ്ത അത്രയും പ്രതീക്ഷിച്ച അത്രയും കിട്ടിയാ? ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഗോവയിലെ അഗോഡ ഫോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പർ ഫോർട്ടും ഉണ്ട്, ലോവർ ഫോർട്ടും ഉണ്ട്. അപ്പർ ഫോർട്ടിലാണ് ആദ്യം പോകുന്നത്. ആ സാധനം അവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു പണി പ്രതീക്ഷിച്ചതാണ്. എനിക്ക് ടിക്കറ്റ് തന്നില്ല ഗൈസ്. പിന്നെ ഞാൻ തിരിച്ചു പോയി ടിക്കറ്റ് വാങ്ങിച്ച് കൊടുത്തിട്ട് നടന്ന് എല്ലാവരുടെയും അടുത്തെത്തി. ഒരുപാട് ദൂരം നടക്കാറുണ്ട് ഗൈസ് അഗോഡ ഫോർട്ടിലോട്ട്. നമ്മളിപ്പോ ഗോവയിലാണ് ഗൈസ്. ഹലോ ഗൈസ്. ഇവിടെ ഫുൾ ആളാണ് ഗൈസ്. ഇതെന്തോ പണ്ടത്തെ ഒരു ടെമ്പിൾ ആയിരുന്നു, ഇപ്പൊ പൊളിഞ്ഞു പോയി. അതൊരു കോവിലല്ല, ഫോർട്ടാണെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതൊരു ഫോർട്ടാണ് ഗൈസ്. അപ്പം അവിടുന്ന് നിറയെ ഫോട്ടോസ് എടുത്തു. ഈ സ്ഥലമൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആനന്ദ സിനിമയിലൊക്കെ ഉള്ള അതേ സ്പോട്ടാണ്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആ സിനിമയിൽ നന്നായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്ലേസാണ്. നിങ്ങളിത് ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. സ്പോട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. ദിസ് ഈസ് അഗോഡ ഫോർട്ട് ഗൈസ്. കാണുന്നതാണ് അഗോഡ ലൈറ്റ് ഹൗസ്. ഇത് ഈ കാണുന്നത് റിസർവോയർ. ഇതിനകത്താ വെള്ളം ഇട്ടേക്കുന്നത്. പഴയ ഒരു ജയിലാണ് ഗൈസ്. ജയിലാണ്, അത് പൂട്ടിയിട്ടേക്കുവാണ്. അതിൻ്റെ ഇപ്പുറത്ത് നോക്കി ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. നമ്മുടെ അപ്പർ അഗോഡ ഫോർട്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ എക്സ്പ്ലോറിന് ശേഷം നമ്മൾ അഗോഡ ഫോർട്ടിൽ നിന്ന് പുറത്തു വന്നു. ഒരു ഭയങ്കര കിടില അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തു വന്ന ഒരു സങ്കടമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അഗോഡ ഫോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ലോവർ ഫോർട്ടിലോട്ടാണ് പോയത്. അവിടെ ഇതുപോലെ തന്നെ നിറയെ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല വ്യൂസൊക്കെ കിട്ടുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട്, മീൻസ് സ്പോട്ട്സ് ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് മെയിനായിട്ട് കടലാണുള്ളത്. അവിടെ മറ്റേ സ്കൂബ ഡൈവിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ നല്ലതായിട്ട് ക്ഷീണിക്കും. തിരിച്ചു വരാനും ഒരു കഷ്ടപ്പാടാണ്. അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഗ്രൂപ്പായിട്ടും അല്ലാതെയും. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമായിരുന്നു അവിടെ.
ഹായ് പറ. കൊറേ നെടില് മാത്രം കാണാം. ബ്രൈറ്റ്നസ് കൂട്ടി. കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പതിയെ വണ്ടിയിലോട്ട് കയറി. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ റെസ്റ്റ് എടുത്തു, പിന്നെ നമ്മൾ രാത്രി ബീച്ചിലോട്ട് പോയി. ഗോവയിലെ തന്നെ ഫേമസ് ബീച്ചായ ബാഗ ബീച്ചിലോട്ടാണ് നമ്മൾ പോയത്. സൈഡിൽ നിറയെ ഷോപ്പുകളുണ്ടായിരുന്നു. കുറേ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ നേരെ ബസ്സിലോട്ട് പോയി. പോണ വഴിക്ക് ഇടയ്ക്ക് നമുക്ക് നല്ലോണം വഴിയൊക്കെ തെറ്റി. പിന്നെ നമ്മുടെ സ്റ്റെഫിൻ ചേട്ടൻ വന്ന് വിളിച്ചോണ്ട് പോയി. ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഓ ഒന്ന് എനിക്ക് ഒന്ന് എന്റെ ചേച്ചിക്ക് കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കണതാണ്. നമ്മളിവിടെ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആഷികയുടെയും നിരുപമയുടെയും ഗായത്രിയുടെയും പിന്നെ നമ്മുടെ ഡ്രൈവർ അംഗങ്ങളുടെയും ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അതാണ് ഗൈസ്. കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായി. എല്ലാവരും അതിന് വേണ്ടി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.